നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശത്രു യെസ്, മുമ്പേ അതെനിക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നോണ്ട് മാത്രമാ നീ ഇപ്പം ജീവനോടെ ഇങ്ങനെ നിൽക്കുന്നത്. സാറേ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഞാനങ്ങനെ നിങ്ങളുടെ ശത്രു ആവുന്നേ? നമ്മൾ തമ്മില് അതിനെന്താ ബന്ധം? ബന്ധം നമ്മൾ തമ്മിലല്ല, നിന്റെ ഭാര്യയും ഞാനുമായിട്ടാ. അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നീ എന്റെ മുഴുവൻ പേരും കേട്ടാലേ പറ്റൂ. വെറും നാഥനല്ല ഞാൻ, മേഘനാഥൻ. തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ ഭർത്താവ് കോട്ടയ്ക്കൽ മേഘനാഥൻ. ഇനി പറ, നീ കേട്ടിട്ടില്ലേ ഞാൻ ആരാണെന്ന്? കേട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അതെ, അതാണ് പ്രശ്നം. എന്നെ മാത്രമല്ല, തൃപ്പങ്ങോട്ട് സുഭദ്രയെ പോലും അന്ന് കൊച്ചു പയ്യനായിരുന്ന നീ നേരെ ചൊവ്വയെ കണ്ടിട്ടില്ല. അപ്പോഴൊക്കെ നീ കൊച്ചു പ്രേമവും തലയ്ക്ക് പിടിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയായിരുന്നു. സുഭദ്രയുടെ നേരനിയത്തി രാധയുടെ പിന്നാലെ. ഓർമ്മ കാണും നിനക്ക്? പറയടാ കൃഷ്ണപ്രസാദേ, രാധയെ അറിയോ നിനക്ക്? അറിയാമോന്ന്? മറുപടി പറഞ്ഞില്ല. രാധയെ ചെറുപ്പത്തിലേ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ. സുഭദ്രാമ്മ മരിച്ച് ആ കുട്ടികൾ ദേശം വിട്ടു പോയതിനു ശേഷം രാധയെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. വാട്ട്? കള്ളം പറയരുത്. നിനക്കറിയാം രാധ എവിടെയാണെന്ന്. ഈ മേഘനാഥന്റെ കണ്ണിൽ പെടാതെ നീയാണ് അവളെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഞാനോ? ആരോ നാഥൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. രാധയെ കാണണമെന്ന് ഇപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. പക്ഷേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയെങ്കിലും എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല ആ കുട്ടിയെ. ഓഹോ, അപ്പൊ ആരാ ഈ അഞ്ജലി? എന്താ അവളുടെ ബാക്ക്ഗ്രൗണ്ട്? അഞ്ജലി എന്റെ ഭാര്യയാണ് സാർ. അവളുടെ ചരിത്രം എനിക്കറിയില്ല. ഇവിടെ വെച്ച് യാദൃശ്ചികമായി പരിചയപ്പെട്ടതാ. എന്നാൽ അവൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു തറവാടിന്റെ ചരിത്രം. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ രണ്ടാമത്തെ മകൾ, എന്റെ ഭാര്യയുടെ നേരനിയത്തി രാധയാണ് ഈ അഞ്ജലി. അതായത് നിന്റെ ഭാര്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.